മഹാരാഷ്ട്രയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ മറാത്തി ഭാഷ അറിഞ്ഞിരിക്കണം. മോട്ടോർ വാഹന നിയമങ്ങളിൽ ഭേദഗതി വരുത്തി സംസ്ഥാന സർക്കാർ. ഇതോടെ ഡ്രൈവർമാർക്ക് ഇനി മുതൽ മറാത്തി ഭാഷ പരിജ്ഞാനം നിർബന്ധമാകും. നിയമം പാലിക്കാത്തവർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും. മഹാരാഷ്ട്രയിൽ ടാക്സി, ഓട്ടോറിക്ഷ, ആപ്പ് അധിഷ്ഠിത മോട്ടോർ ക്യാബ് തുടങ്ങിയ വാണിജ്യ യാത്രാ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കാണ് മറാഠി ഭാഷയിൽ പ്രായോഗിക പരിജ്ഞാനം നിർബന്ധമാക്കിയിരിക്കുന്നത്. वो तो गलत है. देखिए सरासरी गलत है. अभी 25-30 साल हो गया. ये चीज़ पहले अनिवार्य करना चाहिए था कि मराठी बोलेंगे तब लाइसेंस मिलेगा, तब परमिट मिलेगा. तो हम उस टाइम इंटरव्यू देते थे ना, हम पास हो जाते थे या नहीं होते थे तो नहीं देते थे. മഹാരാഷ്ട്ര മോട്ടോർ വാഹന ചട്ടങ്ങൾ 1989 വരുത്തിയ ഭേദഗതിയിലൂടെയാണ് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയത്. വാണിജ്യ ഡ്രൈവിംഗ് അംഗീകാരത്തിനും ചില വിഭാഗങ്ങളിലെ പെർമിറ്റുകൾക്കും ഇനി മറാഠി ഭാഷാ പരിജ്ഞാനം മാനദണ്ഡമാകും. അപേക്ഷകരുടെ മറാഠി പ്രാവീണ്യം തൃപ്തികരമാണോ എന്ന് ലൈസൻസിംഗ് അതോറിറ്റിയാണ് പരിശോധിക്കുക. നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് അംഗീകാരം 3 മാസം വരെ സസ്പെൻഡ് ചെയ്യാം. ആവർത്തിച്ചുള്ള ലംഘനങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഡ്രൈവിംഗ് ബാഡ്ജോ റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട്. പെർമിറ്റ് ഉടമകൾക്കും നടപടിയുണ്ടാകും. യാത്രക്കാരുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താനും അവരുടെ ആവശ്യങ്ങളും പരാതികളും മനസ്സിലാക്കാനും പ്രാദേശിക ഭാഷയിലെ പ്രായോഗിക പരിജ്ഞാനം അനിവാര്യമാണെന്നാണ് ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്കിന്റെ വിശദീകരണം. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാനാണോ ഈ ഭേദഗതി, അതോ ഭാഷ നിബന്ധനയിലൂടെ വാണിജ്യ ഡ്രൈവർമാർക്ക് പുതിയ നിയന്ത്രണമോ? വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന തീരുമാനമാകും ഇത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.